ഇപ്പോൾ എല്ലായിടത്തും തന്നെ മുരിങ്ങ പൂക്കുന്നൊരു സമയമാണ്. ഏകദേശം ഫെബ്രുവരിയോട് കൂടി തന്നെ നമ്മുടെ മുരിങ്ങയിലെല്ലാം നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാകുന്ന പൂക്കളിൽ അധികവും കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. മുരിങ്ങയിലുണ്ടാകുന്ന പൂകൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങയുടെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങ നടേണ്ട രീതിയെക്കുറിച്ചിട്ടും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒട്ടും തന്നെ പൂ പിടിക്കാതെയും കായ പിടിക്കാതെയൊക്കെ ഇരിക്കുന്ന മുരിങ്ങ ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട നല്ലൊരു വളപ്രയോഗത്തെക്കുറിച്ചിട്ടുമൊക്കെ. മുരിങ്ങയിൽ ഒട്ടും തന്നെ പൂ പിടിക്കുന്നില്ല, കായ പിടിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കഞ്ഞിവെള്ളവും കടുകും ഉപയോഗിച്ച് മുരിങ്ങ കമ്പ് നട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര പൂക്കാത്ത മുരിങ്ങയാണെങ്കിലും ഉറപ്പായിട്ടും ആ മുരിങ്ങയിൽ പൂ പിടിച്ച് കിട്ടും. ഇനിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പൂകൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞു, ഒക്ടോബർ നവംബർ മാസം നമ്മൾ മുരിങ്ങയ്ക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കേണ്ട സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ മുരിങ്ങ നനച്ചു കൊടുക്കാനേ പാടില്ല. പക്ഷേ മുരിങ്ങയിൽ പൂവിട്ട് തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. ദിവസവും 2 നേരം നമ്മൾ മുരിങ്ങയ്ക്ക് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കണം. എങ്കിലേ ഈ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുകയും ആ പൂക്കളെല്ലാം തന്നെ നമുക്ക് കായായി കിട്ടുകയും ചെയ്യുള്ളൂ. അതുപോലെ പൂ കൊഴിച്ചിലിനുള്ളൊരു പ്രധാന കാരണമാണ് പൊട്ടാഷിൻ്റെ അഭാവം. നമുക്കറിയാലോ, നമ്മുടെ മുരിങ്ങയിൽ ധാരാളമായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് മണ്ണിലൂടെ കൊടുക്കണം. പ്രത്യേകിച്ച് മുരിങ്ങ പൂവിടുന്ന സമയത്ത് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ പൊട്ടാഷ് വളങ്ങൾ നിർബന്ധമായിട്ടും മുരിങ്ങയ്ക്ക് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ബയോ പൊട്ടാഷ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബയോ പൊട്ടാഷ് മുരിങ്ങയ്ക്ക് കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു തടമെടുത്തതിന് ശേഷം ആ തടത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ മുരിങ്ങയുടെ ഇല മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും ഒരടി മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം അതിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ വർഷത്തിൽ 2 തവണയായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലും കൊടുക്കാം, അതുപോലെ തന്നെ മെയ് ജൂൺ മാസങ്ങളിലും കൊടുക്കാം. പിന്നെ മുരിങ്ങയിൽ പൂവിട്ട് കഴിയുമ്പോൾ പൂ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും പെട്ടെന്ന് കായ പിടിച്ച് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഫിഷ് അമിനോ ആസിഡ് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ ചാളയൊക്കെ വെട്ടുമ്പോൾ വരുന്ന ആ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ചാളയുടെ വേസ്റ്റ് മാത്രമല്ല ഏതൊരു മീനിൻ്റെ വേസ്റ്റും നമുക്ക് ഫിഷ് അമിനോ ആസിഡിനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ചാളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഫിഷിൻ്റെ വേസ്റ്റ് നമ്മളൊരു കുപ്പിയിലിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ ശർക്കരയും ഇട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഫിഷിൻ്റെ വേസ്റ്റും ശർക്കരയും ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാവും. ഇതിൽ നിന്നൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ പൂവുകളിലും കായകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂകൊഴിച്ചിൽ കാകൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ മുരിങ്ങയൊക്കെ പൂവിട്ട് കഴിയുമ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഈ പൂവിലെല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂകൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. നമ്മൾ ഈ മുരിങ്ങ നട്ടിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയി. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ഇത് നന്നായിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം പ്രൂൺ ചെയ്ത കൊമ്പുകളൊക്കെ.
അപ്പോൾ മുരിങ്ങയെ സംബന്ധിച്ച് നമ്മൾ വിളവെടുപ്പിന് ശേഷം കൊമ്പുകളെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അവിടെ നിന്ന് വീണ്ടും ശിഖരങ്ങൾ വരികയും ആ ശിഖരങ്ങളിലാണ് മുരിങ്ങ പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരിങ്ങ അടുത്ത തവണയും പെട്ടെന്ന് പൂക്കുന്നതിനായിട്ട് നമ്മൾ വിളവെടുപ്പിന് ശേഷം ഈ കൊമ്പുകളെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് തന്നെ നിർത്തണം. മുരിങ്ങയ്ക്ക് സാധാരണയായിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ മുരിങ്ങയ്ക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മുരിങ്ങ പൂക്കുന്ന സമയത്തും കായ്ക്കുന്ന സമയത്തും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ തന്നെ മുരിങ്ങയ്ക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂക്കുന്ന സമയത്ത് പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ നമുക്ക് മുരിങ്ങയ്ക്ക് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങയിൽ ഉണ്ടാകുന്ന ഒരു പൂ പോലും കൊഴിഞ്ഞു പോകാതെ നമുക്ക് ഈ പെൺപൂക്കളെല്ലാം തന്നെ കായാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.